ഹായ് ഓൾ, വെൽക്കം ടു ഏണസ്റ്റ് അക്കാഡമി. ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പം RRBയുടെ നോട്ടിഫിക്കേഷൻ വന്നു. എല്ലാവരും അപ്ലൈ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലും എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരിക്കും അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ALPയുടെ നേരത്തെ നടന്നിട്ടുള്ള എക്സാമിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ എടുത്ത് പോകാം. അപ്പം നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് ഫെബ്രുവരി 2018 2018 നോട്ടിഫിക്കേഷൻ വന്നു. അന്ന് പറഞ്ഞിരുന്ന ഏജ് ലിമിറ്റ് 18 to 28 ആയിരുന്നു ആസ് പെർ 1/7/2018. പിന്നീട് അത് 30 വയസ്സാക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തേതിൽ 18 to 30 വയസ്സാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ റിസർവേഷൻ ഉള്ളവർക്ക് അതിനനുസരിച്ച് മാറ്റം ഉണ്ടാവുന്നതാണ്. പിന്നീടുള്ളത് വേക്കൻസി 17,673 വേക്കൻസി ആയിരുന്നു അന്നുണ്ടായിരുന്നത്. പിന്നീട് അത് റിവൈസ് ചെയ്ത് 27,795 വേക്കൻസി ആയിട്ട് റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ വേക്കൻസി നമുക്കറിയാം 5,696 വേക്കൻസിയാണ് ഇപ്പോഴത്തെ വേക്കൻസി. അപ്പം ഈ റിവൈസ്ഡ് വേക്കൻസി നോക്കിക്കുക, നേരത്തെ റിവൈസ് ചെയ്ത് 17 നിന്ന് 27 ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം റിവൈസ് ചെയ്ത് വേക്കൻസിക്ക് നല്ല മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് കട്ട് ഓഫ് ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. CBT 1 എക്സാമിൻ്റെ കട്ട് ഓഫ് ഡീറ്റെയിൽസ് ആണ്. അപ്പം നമുക്ക് നിയർ ബൈ ആയിട്ടുള്ള കുറച്ച് RRBയുടെ കട്ട് ഓഫുകൾ നോക്കാം. തിരുവനന്തപുരത്ത് 55.24, ചെന്നൈ 51.65, സെക്കന്ദരാബാദ് 49.56, ബാംഗ്ലൂർ 45.46. അപ്പോൾ കട്ട് ഓഫ് തിരുവനന്തപുരത്ത് കുറച്ച് കൂടുതലാണ്, വേക്കൻസി കുറവായതുകൊണ്ടാണ്. അപ്പോൾ നോക്കിയേ, CBT 2 എക്സാമിലേക്ക് അപ്പം വേക്കൻസിയുടെ 15 മടങ്ങ് ആൾക്കാരെയാണ് CBT 2 എക്സാമിലേക്ക് ക്വാളിഫൈ ആവുന്നത്. ഇനി CBT 1 എക്സാം നമുക്കറിയാം 75 മാർക്കിന് 60 മിനിറ്റാണ് എക്സാം. അപ്പോൾ നോക്കിക്കേ, മാത്സും റീസണിങ്ങും തന്നെ പഠിച്ചു കഴിഞ്ഞാൽ 45 മാർക്ക് നമ്മളവിടെ സെക്യൂർ ചെയ്യുകയാണ്. അപ്പോൾ ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ CBT 1 ക്ലിയർ ചെയ്യാൻ പറ്റും. ഇനി എക്സാം വന്നത്, അപ്പം ഫെബ്രുവരിയിൽ നോട്ടിഫിക്കേഷൻ വന്നു. ഓഗസ്റ്റ് 2018 ആയപ്പോഴത്തേക്ക് എക്സാം വന്നു. ഏകദേശം 6 മാസത്തിനുള്ളിൽ എക്സാം വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യുമ്പം ഇപ്പം തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക, എങ്കിലേ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്തതായിട്ടുള്ളത് CBT 2 എക്സാമിൻ്റെ കട്ട് ഓഫ് നോക്കാം. CBT 2 എക്സാമിന് തിരുവനന്തപുരത്ത് 69.39, ചെന്നൈ 60.26, സെക്കന്ദരാബാദ് 61.26, ബാംഗ്ലൂർ 57.52. അപ്പം ഇനി CBT 2 കാര്യം പറയുകയാണെങ്കിൽ വേക്കൻസിയുടെ 8 മടങ്ങ് ആൾക്കാരെയാണ് CBAT എക്സാമിലേക്ക് എടുക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി CBT 2 എക്സാം 175 മാർക്കിന് 2.5 മണിക്കൂറാണ് എക്സാം. അതിൽ റെലവൻറ്റ് ട്രേഡിൻ്റെ എക്സാമാണ് 75 മാർക്കിന് നടക്കുന്നത്. ബാക്കിയുള്ളത് 100 മാർക്കിന്. അപ്പോൾ CBT 1 സിലബസിനെക്കാട്ടി അഡീഷണലായിട്ട് ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ സിലബസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ മുന്നിട്ടിട്ടുണ്ട്, കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക. ഇനി ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണല്ലോ, അതിൽ നിങ്ങളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ CBT 1 എക്സാം ഓഗസ്റ്റ് 2018 നടന്നിട്ട് നവംബറിൽ ഇതിൻ്റെ റിസൾട്ട് വന്നിരുന്നു. അപ്പം ഉടൻ തന്നെ റിസൾട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് നോക്കിക്കേ, ജാനുവരി ഫെബ്രുവരി ആയപ്പോഴത്തേക്ക് CBT 2 എക്സാം. അപ്പം നമ്മൾ ഇപ്പം തന്നെ CBT 1 വേണ്ടിയിട്ട് CBT 2 വേണ്ടിയിട്ട് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. എങ്കിൽ അപ്പോൾ നവംബർ കഴിഞ്ഞ് കുറച്ച് സമയം മാത്രമേ ഉള്ളൂ CBT 2 നമുക്ക് ടൈം കിട്ടത്തുള്ളൂ. അപ്പോഴത്തേക്ക് CBT 2 വേണ്ടി പ്രിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞ് നിങ്ങൾ മാറ്റി വെക്കരുത്. ഇപ്പം തന്നെ പാരലായിട്ട് എല്ലാം ഒന്നിച്ച് പഠിച്ചു പോകാൻ നോക്കുക. ഇനി CBAT എക്സാമിന് ഒരു മിനിമം മാർക്ക് മാത്രമേ അവർ പറയുന്നുള്ളൂ. 42 ഇൻ ഈച്ച് ഓഫ് ദി ടെസ്റ്റ് ബാറ്ററീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ എക്സാം നടന്നത് ഏപ്രിലാണ്, April 2019. ഇനി മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുമ്പം 70 നമ്മൾ വാങ്ങിച്ചിട്ടുള്ള മാർക്കിൻ്റെ CBT 2 70%, 30% CBAT എക്സാമിൻ്റെ റിസൾട്ടും കൂടെ കൂട്ടിയാണ് നമ്മുടെ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ എന്താ, നമ്മുടെ ടെക്നിക്കൽ പാർട്ടല്ല, നോൺ ടെക്നിക്കൽ പാർട്ടിൻ്റെ ഇമ്പോർട്ടൻസ് അവിടെ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലേ. 70% CBT 2 നമ്മുടെ മാർക്ക്, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ പഠിച്ചാലേ നമുക്ക് ലിസ്റ്റിൽ കയറാൻ പറ്റത്തുള്ളൂ. ഇനി ഫൈനൽ കട്ട് ഓഫ് നോക്കാം. ഫൈനൽ കട്ട് ഓഫ് തിരുവനന്തപുരത്ത് നമ്മളിപ്പോൾ നോർമലൈസ് ചെയ്തൊരു കട്ട് ഓഫാണ് കൊടുത്തിട്ടുള്ളത്. തിരുവനന്തപുരം 76.78, ചെന്നൈ 71.39, സെക്കന്ദരാബാദ് 74.14, ബാംഗ്ലൂർ 72.64,
പിന്നെ ഇപ്പോൾ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ബിലാസ്പൂർ ആണ് ഏറ്റവും കൂടുതൽ വേക്കൻസി വന്നിട്ടുള്ളത്. അവിടുത്തെ കൂടെ കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് ആണ് നമ്മളൊന്ന് കൊടുക്കുന്നത്. അവിടെ 73.56 കട്ട് ഓഫ് വന്നിട്ടുള്ളത്. അപ്പം തിരുവനന്തപുരമാണ് നമുക്ക് നിയർ ബൈ ആയിട്ടുള്ളത്. അവിടുത്തെ കട്ട് ഓഫ് കുറച്ച് കൂടുതലാണ്, കാരണം വേക്കൻസി കുറവായതുകൊണ്ടാണ്. അതൊന്നും സാരമില്ല. നമുക്ക് വേണ്ടത് ഒരു സീറ്റാണ്. ആ ഒരു സീറ്റ് അവിടെ ഉണ്ട്. അപ്പോൾ 5000 ചില്ലുവാനും വേക്കൻസി ഇപ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടുന്ന ഒരു സീറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യേണ്ടത്. കഴിഞ്ഞ പ്രാവശ്യം ഒരു 47 ലക്ഷത്തോളം ആസ്പിരൻസ് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം നല്ല കോമ്പറ്റീഷൻ കാണും. 6 വർഷത്തിന് ശേഷമാണ് എക്സാം നടക്കുന്നതെന്ന് ആലോചിച്ചോണം. അപ്പം അതിനനുസരിച്ചൊരു കോമ്പറ്റീഷൻ കാണും. അപ്പം നിങ്ങൾ നല്ലതായിട്ട് പ്രിപ്പയർ ചെയ്ത് പോവുക. ഇനി നമുക്ക് ഇപ്പോഴത്തെ സോൺ വൈസ് ഉള്ള ഒരു വേക്കൻസി ഡീറ്റെയിൽസ് നോക്കാം. തിരുവനന്തപുരം 70 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ചെന്നൈ 148, സെക്കന്ദരാബാദ് 76, ബാംഗ്ലൂർ 473, ബിലാസ്പൂർ ഏറ്റവും കൂടുതൽ വേക്കൻസി ആണെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പം ബിലാസ്പൂർ 1316. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഒരു വേക്കൻസിയുടെ രീതി പോകുന്നത്. അപ്പോൾ എന്താണ്, നമുക്കിനി സമയമില്ല, ഉടൻ തന്നെ പഠിച്ചു തുടങ്ങണം. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തോളൂ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കാൻ എപ്പോഴും ഞങ്ങൾ ഏണസ്റ്റ് അക്കാഡമി കൂടെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഏണസ്റ്റ് അക്കാഡമി RRB ALPയുടെ ഇൻറ്റൻസീവ് ബാച്ച് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ തന്നെ മികച്ച അധ്യാപകർ നയിക്കുന്ന ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകളാണ് നമ്മൾ നൽകുന്നത്. കൂടാതെ തന്നെ മെൻറ്റർഷിപ്പ് സപ്പോർട്ടും ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ തന്നെ കോമ്പീറ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. കോമ്പറ്റീഷൻ നമ്മളുമായിട്ട് തന്നെ ഏറ്റവും വലിയ കോമ്പറ്റീഷൻ നടത്തിയാലും നമുക്ക് നമ്മളുടെ നിലവാരം നമുക്ക് അളക്കണം. അതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന മോക്ക് ടെസ്റ്റുകളും മോഡൽ ടെസ്റ്റുകളും അസസ്മെൻറ്റ് ടെസ്റ്റുകളും നമുക്കുണ്ടായിരിക്കും. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഡൗട്ട് ക്ലിയർ സെക്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ കോഴ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ താങ്ക് യു.